സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ യേശു ദൈവം യേശുവിൽ ഉൾപ്പെട്ടവരെ മരിച്ചുപോയവരെ അവനോടുകൂടെ കൊണ്ടുപോരുകയും ചെയ്യും. ആമീൻ. വിശുദ്ധേവങ്കേലിയുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസാരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു.
ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്ന ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറയെ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും എൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്ത ജീവന് വേണ്ടിയും തിന്മ ചെയ്ത ന്യായദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടത് നമ്മുടെ കർത്താവ് തന്നെ കൽപ്പിച്ചല്ലി ചെയ്തു. ബാരക്കുമോരു സൈനോ വസിലോ മോലെ യജമാനൻ വരുമന്നേര തുടർവുള്ളോരായി മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോനോ ധന്യര പകരെല്ലാം തൻ കൂടെ പണിതോർക്ക് അവരര കേട്ടേ പരിഗമിച്ചിടും അതിരുത്തും മേശയ്ക്ക പരിഗമിക്കും സുതൻ ൃഗുദിശാപാരകലിതാമുടയും നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ പ്രിയനായിസോ പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യയോടെ വിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തന്റെ രക്തം പോർ നമ്മളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ ദൈവം തമ്പുരാനെ ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സ്ഥല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ ഞങ്ങൾക്ക് ആയുസ് തരുന്ന നാളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധന നിനക്ക് യോഗ്യമാകുന്നു. ദിവ്യവും സ്വർഗീയവുമായ വിശ്വാസികളുടെ മുമ്പാകെ ഭയങ്കരമായ വിശ്വർമാനയുടെ മുമ്പാകെ ഈ വന്യാചാരങ്ങളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. പാവങ്ങൾക്ക് പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകർച്ചകളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും തമ്പുരാനെ സ്നേഹപൂർവ്വമാതിന്റെ കണ്ണിയാൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളാതിന്റെ സകലജനങ്ങളുടെ പാപങ്ങളെ നീ മായിച്ചു കളയണമേ. ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ഈ വന്യാചാര പ്രാർത്ഥനയെ ചൊല്ലണം. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ദൈവത്തിന്റെ ഏകപുത്രൻ സർവ്വലോകങ്ങൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവൻ, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവൻ, സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവൻ, തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവൻ, മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമും ശരീരയായി തീർന്ന മനുഷ്യനായ പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവൻ, തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ്
പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവൻ നിബിയന്മാർ ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകൃഹായി കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും പാപമോചനത്തിന്റെ മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഗുരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി നാടും ഉണ്ടായിരിക്കട്ടെ. സമയം നാം എല്ലാവരുടെ മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലഭാഗം അനുഭവിഷ്ടനായിരിക്കുന്ന മേലുള്ള ഉയരങ്ങളിൽ ആയിരിക്കണം. ദൈവത്തോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. നിന്നുകൊണ്ട് ഇടപെടാതെ മഹത്വപ്പെടുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായി അഗ്നിമയമായി ഒരുമിച്ചതറിത്ത സ്ഥിതികളാ നിന്നെ പാടി പുകഴ്ത്തുവാ ഞങ്ങൾ യോഗ്യരായി തീരണമേ. അത് ഹോയേനാനോ മറീനാ രക്ഷാകരമായ കഷ്ടാനുഭവത്താൽ ഒരുങ്ങിയപ്പോൾ എന്റെ നിർമ്മലമായ കൈകളിൽ അപ്പം എടുത്തു. പിതാവാൻ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ആദാവുദ്ദീൻ വാരേ അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരം എന്നതിന് താൻ നാമകരണം ചെയ്തു. തന്നെ വിഞ്ഞുമെള്ളവും ചേർത്തുണ്ടാക്കിയ ജീവന്റെ കസായ നിന്റെ തൃക്കരങ്ങളിൽ എടുത്തു. അതിനെ താൻ വാഴ്ത്തി ശുദ്ധീകരിച്ചു. അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് തന്നെ അതിനെ പൂർത്തീകരിച്ചു. ഞാൻ വരുന്നവരെ എന്റെ സ്മരണയ്ക്കായി പ്രകാരം ചെയ്തുകൊള്ളുവില്ലെന്ന് തന്റെ ശിഷ്യന്മാരോട് തന്നെ ചെയ്തു. ആദാമോ ഓരോരുവിനോന്റെ പ്രവൃത്തിക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ബ്രഹ്മജനകമാ നിന്റെ മുന്നിലാഗമനത്തെ സ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയെ നിന്റെ ഇടവകയെ നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ ദൈവത്തോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പ്രതാപത്തോടിറങ്ങി വൈകിട്ടിരിക്കുന്ന ഈ കുർബാനയെ പൊരുത്തി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രമുഖമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും കൊണ്ട് പ്രാർത്ഥിപ്പേ. ചെയ്യണമേ.
നിനക്ക് നിന്റെ ഗജാതന പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ തന്നെ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയില്ലാത്ത സ്വയംഭവും അനാഥന്യവും വന്യവും സരാംശരൊന്നായിരിക്കുന്ന പരിശുദ്ധ ദുർത്തത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും മുറയിലോടും കൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. തന്റെ കണ്ണിയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ അമൂല്യമായ കർഷവാൻകൾ പോലെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ സ്ഥലത്തെ പരിപൂർണമാക്കി തേച്ചുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്ന് വന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. അവരുള്ളപ്പോൾ പഠിപ്പിച്ചതാണേ മാരെയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം അഴിവില്ലാത്തൊരു മോക്ഷത്തിൽ ദേവാന്മാരവരന്മാരോടൊരുമി ശ്വാസം അവർ കരുണട്ട് ദൈവസുതൻ മുറിയോരാഹി മേലൈ നോവാദാഹേ രാജമകൾ നിന്നഴകൻ മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യ നിഞ്ചനമോർക്കായ പിതൃഗ്രഹവും പാർക്കുമോ മനോലം വാദാമലോലം ബലോലീനാമേ നിന്നിലുദിച്ചോരു ഏകസുതൻ തൃക്കരങ്ങളിൽ അറിവാൻ തൻ മക്കളപേക്ഷയുടെ കേണം വാഴ്വായി തീരണമേ അവളുടെ യാചനകൾ കോട്ടയതാകട്ടെ പാർക്കുമോ കന്യകമറിയാമേ ഉയരും നോയാരിൽ സുഖപരിമളധൂപം മുറിയൂരാഹി മേലൈ നോവാദാരേ മാതൃജനത്തെയും പ്രാർത്ഥനയും മണികളെയും തൻ കോപത്തിൽ വടികളെയും മായി കേണം कौन सी हो बेसब हो साय नफसों सा है मानो सा दशरो വിലയേറിയ ദിവസങ്ങളെ വാങ്ങുവാൻ നോക്കി പാർത്ത്
കാത്തിരിക്കുന്ന ഈ നിന്റെ ആരാധ സംഘത്തെ നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വിശുദ്ധതകളും വഹിച്ചിരിക്കുന്നുണ്ട് മേലും അത് നൽകുന്നുണ്ട് മേലും അത് അനുഭവിക്കുന്നുണ്ട് മേലും ഇതിൽ സംബന്ധിക്കുകയും സംബന്ധിപ്പാനിരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും ഇരു ലോകങ്ങളിലും എന്നും എന്നേക്കും വർഷിക്കുമാറാകണമേ. പാനം ചെയ്തുന്ന സംഗതിയാകാതെ ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷയ്ക്കും അനുഗ്രഹത്തിനുമായി ഭവിക്കണമേ. അവരുടെ ശരണവുമായോനേ നിന്നെ കുമ്പിടുമേ ലോകം നാവുകൾ നിന്നാമം വാഴ്ത്തും. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും നീ ശക്തിപ്പെടുത്തി സഹായിച്ചു താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാ ഞങ്ങൾക്കെല്ലാവർക്കും പരിഹാരം ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാൻ തന്നെ കണ്ണീർക്കുഴിയോട് കർവയ്ക്ക് അനുഗ്രഹിക്കുക. നിങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്താലേ പോയി. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനോട് കർത്താവിന്റെ വിജയസ്നേഹമായ രക്ഷിക്കപ്പെട്ടു. പരിശുദ്ധ മാമോദീസായ മുദ്രയിടപ്പെട്ടവരും ഈ കൃത്യങ്ങൾക്ക് പരിഹാരം നൽകും. തെറ്റുകൾ ക്ഷമിക്കും. മരിച്ചവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മനോബലഹീനം പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ സഹായം പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങളേവരും സന്തോഷതൃപ്തരായി സമാധാനത്താലെ പോയി എന്നേക്കും ബലഹീനരായി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവിന്റെ കൃപ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരൻ്റെ വേർപാടുകൾ ദുഃഖിക്കുകയും ആ സഹോദരനെ യാത്രയക്കുവാനുമായിട്ട് കടന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവചനങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. അവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് അറിയിക്കുന്നു. They have some refreshments there, right? Okay. So after the തിരുമേനിയുടെ കാര്യങ്ങൾ മൊത്തത്തിന് ശേഷം നിങ്ങൾ അവിടെ പോയി ചെറിയ രീതിയിൽ റിഫ്രഷ്മെൻറ്റ് കരുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമാതീതമായി അർത്ഥതക്കവണ്ണമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹകരിക്കുക, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക എന്നുള്ള വിളിച്ച് അറിയിക്കുന്നു. ഇപ്പോൾ പിതാവിൻ്റെ കരങ്ങൾ മൊത്തുവാനായി നിങ്ങൾ മുന്നോട്ട് കടന്നു വരണമെന്ന് വളരെ വിളിച്ച് അറിയിക്കുന്നു.
No
ഭൂമിയിൽ പാർക്കണമേ. കരുണ
യേശുവേ
ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ ആദരവുകൾ എന്നെ അറിയിക്കട്ടെ. നാം ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാജനെ യാത്ര അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്നതായ കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ച് അദ്ദേഹം യാത്ര ചെയ്തിരിക്കുകയാണ്. വേർപാട്, മരണം എപ്പോഴും ദുഃഖമുളവാക്കുന്ന ഒന്നാണ്. എങ്കിൽ തന്നെയും അതിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതാണ്. നോ ഡൗട്ട് അറ്റ് ഓൾ, വൺ ഡേ വി ഹാവ് ഫേസ് ഡെത്ത് ഇൻ അവർ ലൈഫ്. ജീവനുള്ള ഏത് വസ്തുക്കളും മാറ്റപ്പെടേണ്ടതാണ് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് നല്ല മരണം ആണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്ന്. നമ്മുടെ രാജനെ കുറിച്ച് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മരണസമയത്ത്, ആ സമയത്ത് അഭിനന്ദപിതാവായ തീത്തോസ് തിരുമേനി, വന്നിയ വർഗീസ് പോൾ അച്ഛൻ, അതുപോലെ മറ്റ് അച്ഛൻ, എല്ലാവരും അങ്ങനെ ഒത്തിരി ആളുകളെ കൂടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം വളരെ റെയറായിട്ട് ലഭിക്കുകയുള്ളൂ. നാട്ടിലൊക്കെയാണ് എങ്കിൽ തന്നെയും ഒരു തിരുമേനി ഒരു സംസ്കാര ശുശ്രൂഷയിൽ ലാസ്റ്റ് പള്ളിയിൽ വന്ന് പോകുന്നത് ഒരു അനുഭവമാണ് ഉള്ളത്. എന്നാൽ നമ്മൾ ഈ ഭദ്രാസനം അനുഗ്രഹിച്ചതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിതാവ് അതിയോടൊപ്പം നമ്മളോടുകൂടെ ഇരിക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് വളരെ നന്ദിയോടുകൂടി ആ കുടുംബത്തിന് വേണ്ടി ഓർക്കുന്നു. അതുപോലെ തിരുമേനിയോടുള്ള നന്ദി ഒരിക്കൽ കൂടി, ഇന്നലെ ഞാൻ പറഞ്ഞതാണെങ്കിൽ ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. നമുക്കറിയാം സമയം വളരെ കുറവായതുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാവുകയും ചെയ്യണം. എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയനിഷ്ഠയോട് പാലിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഭദ്രാസനത്തിന് വേണ്ടി രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി സെക്രട്ടറി അച്ഛൻ ചാലിശ്ശേരി യുവരസച്ചനെ വളരെ വിനയപരസ്യം ക്ഷണിച്ചോളൂ. ലളിതമൂർത്തി തോസിനുമേൽ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട രാജനച്ഛൻ, വന്നിയ ഐസക് പൈലിക്കോർപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട വർഗീസ് പോൾ അച്ഛൻ, കൂടി വന്നിരിക്കുന്നതായ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട രാജനച്ഛൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വലിയതായ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഞാൻ തൻ്റെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള വലിയതായ വാഗ്ദാനം. ആ വലിയതായ വാഗ്ദാനത്തിനനുസരിച്ച് ഈ ഭൂമിയിൽ ജീവനോടെ നാം ആയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും വരുവാനിരിക്കുന്ന ദിവസത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിൻ്റെ വലിയതായ അനുഭവത്തിന് വേണ്ടി നാം ജീവിക്കുന്നതായ നാളുകൾ, ഈ ഭൂമിയിലെ നാളുകൾ, അത് ഒരുക്കത്തിൻ്റെ നാളുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നാം ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയതായ അനുഗ്രഹത്തിൻ്റെ ആ പരദീസായുടെ സ്വർഗീയ അനുഭവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് ഈ ദാസനിലൂടെ നിറവേറിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും
ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. എങ്കിൽ കൂടെ വേർപാട് എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും ദുഃഖം ഉളവാക്കുന്ന ഒന്നാണ് മാനുഷികമായി. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച്, ദൈവത്തിന്റെ വിലയേറിയതായ വാഗ്ദാനം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന ഏവനിലും ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്നുള്ള വലിയതായ വാഗ്ദാനം, അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ജീവനുള്ളതായ വാഗ്ദാനം എന്ന് പ്രിയമുള്ളവരെ, ഈ കർത്തൃദാസന് നമ്മളിൽ നിറവേറുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള നാളുകളിൽ പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനകളിലും പേരോർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരട്ടെ. പ്രത്യേകിച്ച് മലങ്കര അധിപതിരാസനത്തിൻ്റെ ആർച്ച് ഡയോസിസിൻ്റെ എല്ലാവിധമായ കണ്ടോളൻസസും അനുശോചനം ഈ സമയത്ത് അഭിയുന്ന തിരുമേനിയോട് ചേർന്ന് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഈ സമയത്ത് അറിയിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ഈ സമയത്ത് പങ്കുചേരുന്നു. അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ഹൃദയത്തിൻ്റെ വേദനയും കർത്താവ് എടുത്തു മാറ്റട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ, സമാധാനവും കൊടുക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവിധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ബലഹീനായ ഞാൻ ശുശ്രൂഷിക്കുന്നതായ സെന്റ് മേരീസ് ക്രിസ്ത്യനായ ഇടവകയുടെയും പേരിലുള്ളതായ കണ്ടോളൻസസും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഇതിനുവേണ്ടി ഇങ്ങനെ സമയം തന്നതായ ബഹുമാനപ്പെട്ട വികാരി ഇത്രയും പ്രിയമുള്ള രാജനച്ഛനോടും ഐസക് വൈലിക്കോർബിസ്കോപ്പ് അച്ഛനോടുമുള്ള നന്ദി ഈ സമയത്ത് വളരെ വിനയത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ യാത്ര അയക്കുവാനായിട്ട് നമുക്ക് ഇപ്പോൾ വരാം. കർത്താവേ, വിരക്ത ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരായി മരിച്ചോ കരുണമേ. നിന്റെ Hallelujah.
ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവുമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവർക്കപ്പെട്ടവരുടെ പുനരുത്ഥാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിനായിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിൽ ഇരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ മരണാത്മക ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സർവ്വനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ജീവനും അറിവയും സ്വലത്തിന്റെ സൃഷ്ടാവും ലോകത്തിന്റെ അവസ്ഥകളെയിരിക്കുന്നവരുമായ കർത്താവേ, നീ ഭയങ്കരത്തിൽ മഹനീയമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യ ദൃഷ്ടിക്ക് ഗോചരമല്ല. അതോ അതിലൂടെ ആഴവും ഹൃദയശുദ്ധവും തിരുസമയപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചുകളവാനും മനുഷ്യ സംഹാരകനായ മഹാസത്യത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹ എന്ന നിന്റെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയുമെല്ലാവരെയും പ്രസംഗിക്കുകയും ചെയ്തു. പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠ മനുഷ്യരുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വരപ്പെട്ട യാത്രയായിരിക്കുന്ന ഈ ദാസന്റെ മരണാനന്തര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമാലാകന്മാർ മൂലം ഈ ദാസന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ ദാസന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ആയുധങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ ഉണർത്തണമേ. തിരുമാനാമഭക്തരും ദൃഷ്ടമാറ്റിരിക്കുന്നവരുമായ നിൽക്കുന്നത് പോലുള്ള സേനകളും ഈ ദാസന് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസൻ ചെയ്ത തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി പരിഹരിക്കണമേ. ഈ ദാസന്റെ പാപങ്ങളെ പരിപൂർണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസന്റെ യാത്രയ്ക്ക് അതിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലത് കൈ ഈ ദാസൻ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ ശക്തിയാൽ ദാസനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഉടലിൽ നിന്ന് അവിടുന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണങ്ങൾക്ക് തക്ക പോലെ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവ്വരും തപ്പിക്കാത്തന്നെയാണല്ലോ. ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയും കരുവ തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ ദൈവത്തിന്റെ കഷ്ടാനുഭവം എന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസന്മേൽ ഒതുപ്പിക്കുമാറാകണമേ. ഈ ദാസൻ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീപ ഇവന്റെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി മയക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താന്റെ ദുഷ്ടമായ ആഗ്രഹങ്ങളെ ലക്ഷിച്ചു പോകത്തക്ക വേണം നിന്റെ കരുണായി ദാസനുണ്ടാകുമാറാകണമേ. നാമത്തിൽ മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തുന്നവരെ ഈ ദാസനെ നിന്റെ ദാസൻ നീ പോട്ടെ. അനുയായി കാവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതായ മഹിമയിൽ ഈ ദാസനെ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ പണിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഈ ദാസൻ സന്നിധിയാക്കണമേ. കർത്താവിന്റെ ആരാധകരാജ്യങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് ലഭിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും
ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതനായിരിക്കുന്നവർക്ക് പ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന എല്ലാവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ നിന്ന് മുഖത്ത് വന്ന് കണ്ടുനീരും ദുഃഖവും നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ അഭിഷേകങ്ങളുടെ പ്രത്യാശ മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയമായ അവിടുത്തെ പ്രത്യക്ഷത്തെ പ്രദേശിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഇവിടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളെല്ലാവരും വഹിച്ചിരിക്കുന്നതിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭാഗങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്ന മുഖങ്ങളോട് കൂടെ എതിരേൽക്കുവാൻ നിങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി ഇത്ര പ്രാവശ്യം ഇവിടെ അവശേഷിക്കുന്നവരുമായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത രാജ്യത്തിൽ വന്നേയും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധരുമായി സ്തുതിച്ചുവാഴ്ത്തുവാൻ യോഗ്യരായി തീരുകയും ചെയ്യണമേ. പറക്കുമോ ശോകുലസ്വാമി പറക്കുമോ അന്തരീക്ഷവാസികളും ആദ്യാതിശയമായ ശത്രുക്കളുടെ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകന്യാ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോകാൽമേ അവനാനന്ദത്തോടാകും
പോഷ നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല. ഗോതമ്പുകളുടെയോ യവനത്തിന്റെയോ മറ്റു വിത്തുകളുടെയോ വെറും മണിയാകുന്നു. എന്നാൽ ദൈവവിദേശം അതിന് ശരീരത്തെ കൊടുക്കുന്നു. വിത്തുകളിൽ ഓരോന്നിനും അത് അതിന്റെ സ്വാഭാവിക ശരീരത്തെ കൊടുക്കുന്നു. എന്തെന്നാൽ എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യന്റെ ശരീരം വേറെ, മൃഗങ്ങളുടെ ശരീരം വേറെ, പക്ഷികളുടെ ശരീരം വേറെ, മത്സ്യങ്ങളുടെ ശരീരവും വേറെ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമികങ്ങളായ ശരീരങ്ങളുണ്ട്. എന്നാൽ സ്വർഗീയന്മാരുടെ തേജസ് വേറെ, ഭൗമികരുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തേക്കാൾ തേജോമയമായിരിക്കുന്നു. അപ്രകാരം തന്നെയാകുന്നു മനുഷ്യരുടെ പുനരുദ്ധാനവും. ക്ഷയത്തിനായിട്ട് വിതയ്ക്കപ്പെടുന്നു, അക്ഷമയമായി ഉദ്ധാനം ചെയ്യുന്നു. തുച്ഛമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. പ്രാണമയമായ ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. പ്രാണമയമായ ശരീരമുണ്ട്, ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാമത്തെ മനുഷ്യനായ ആദാം ജീവൻ പ്രാണിയായതിനെ തുടർന്ന് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു, ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മാവിനെയെല്ലാം ഉണ്ടാക്കിയത് ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യനായ സ്വർഗീയനായ കർത്താവാകുന്നു. മൃണനായവൻ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ മൃണന്മാരായും, സ്വർഗീയൻ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ സ്വർഗീയനും. മൃണമയന്റെ സാദൃശ്യം നാം ധരിച്ചിരിക്കുന്ന പോലെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കുന്നു. എന്നാൽ എന്റെ സഹോദരന്മാരെ, ശരീരത്തിനോ രക്തത്തിനോ സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, അനശ്വരമായതിനെ അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം കൂടി നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം പോകുമ്പോൾ കണ്ടുവയ്ക്കുന്ന പോലെ അവൻ ജഡിതയിൽ നിന്ന് എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരാവസ്ഥയും മൃതിപരമായത് അമൃതമാവസ്ഥയും ധരിക്കുവാൻ പോകുന്നു. ആമീൻ. ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്ന പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അതിലുപരിയായിട്ട് പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനെ തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവിന് വിദ്യ നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവനവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവരും വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയുമാകുന്നു.
എന്നാൽ പിതാവിന്റെ തന്നെ ജീവനുള്ള പ്രകാരം പുത്രന്റെ തന്നെ തന്നെ ജീവനായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടെ നടത്തുവാൻ അവൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവകലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട നന്മ ചെയ്തവർ നിത്യജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ തന്നെ വിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചൊരളി ചെയ്തു. എത്രയും ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇന്ന് ഈ സാഹചര്യത്തിൽ തൻ്റെ കൽപ്പന പ്രകാരം ഈ ലോകത്ത് നിന്ന് തൻ്റെ ദാസനെ, തൻ്റെ മകനെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നവനായ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമകൻ, പരിശുദ്ധ സഭയുടെ ഒരു അംഗമെന്ന നിലയിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധ കൂദാശകളെ സ്വീകരിച്ചുകൊണ്ട് നല്ല ഒരു സഭാ ജീവിതം നയിച്ച് നമ്മിൽ നിന്ന് കടന്നു പോകുന്നതായ ഈ പ്രിയപ്പെട്ട രാജൻ അച്ചായൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മിൽ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്, സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മൃതരായവർ ഭാഗ്യവാന്മാർ. അവരവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, എന്നാൽ അവരുടെ പ്രവൃത്തികൾ അവനെ പിന്തുടരും. So I heard a voice from the heaven, write, blessed are those who died in Christ, because they have to relax or relieved from their labors, but their actions, their deeds will follow them. ജീവിച്ചിരിക്കുന്നവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചിന്തയാണ് അത് തരുന്നത്. ഇവിടെ മുമ്പ് പ്രസംഗിച്ചതായ ബഹുമാനപ്പെട്ട ഗീവറീസിനൊരു കാര്യം ഓർമ്മിപ്പിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. I am the resurrection and the life. Those who believe in me, even though he died, he will rise. കർത്താവിന്റെ ശരീര രക്തങ്ങളെ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആ തുടക്കമാണ്. It always says that the life after death begins before death. മരണത്തിന് ശേഷമുള്ളതായ ജീവിതം മരണത്തിന് മുമ്പേ തന്നെ നാം ആരംഭിക്കുകയാണ്. കർത്താവിനോടുകൂടെ ജീവിക്കുമ്പോഴാണ് ആ ഒരു ജീവിതത്തിന്റെ തുടർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവിൽ ജീവിക്കുന്നവർക്കാണ് കർത്താവിൽ മരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ദൈവത്തോടുകൂടി ജീവിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം സഭയിലെ ഓരോ വ്യക്തിയോടും ആവർത്തിച്ച് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നാം പലപ്പോഴും ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ വിയോഗത്തിൽ ഒക്കെയും വരുമ്പോഴാണ്, അല്ലെങ്കിൽ സംബന്ധിക്കുമ്പോഴാണ്, അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നാം പലപ്പോഴും ഇത് എനിക്കും വരാവുന്നതാണ് എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് ഈ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇത് നമുക്ക് നൽകുന്നതായ വലിയൊരു പാഠമാണ്, ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ടു അറ്റൻഡ് എ ഫ്യൂണറൽ സർവീസ്. കാരണം ദൈവം ഈ ലോകത്ത് നമുക്ക് നൽകുന്നതായ ആയുസ് അതിന്റെ വലിപ്പച്ചെറുപ്പങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനല്ല, മറിച്ച് അതിന്റെ ഫ്രൂട്ട്ഫുൾനെസ്സിനെ കുറിച്ച്, അതിന്റെ ഫലപ്രദായകമായ
ജീവിതത്തിൻ്റെ സമ്പുഷ്ടിയെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അതിൽ അർത്ഥവത്തായിട്ട് എത്രത്തോളം നമുക്ക് ജീവിക്കുവാൻ, ഫലപ്രദമായിട്ട് എത്രത്തോളം നമുക്ക് ജീവിക്കുവാൻ സാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് അനലൈസ് ചെയ്യുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. പലപ്പോഴും നാം മറന്നു പോകുന്നതായ കാര്യം, ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാനുള്ളതായ ഒരു ദിവസമുണ്ട് എന്നുള്ളതായ കാര്യം നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും ഈ മരണത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായിട്ട് നാം ഇതുവരെയും ആസ്വദിച്ചതായ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ അവസാനമായിട്ട് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നത്. അത് എത്രത്തോളം പല പല ബന്ധങ്ങളിലും നമുക്ക് ആ വേർപാടിന്റെ ദുഃഖം കാണുവാൻ സാധിക്കും. നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ കുറേ നാളുകൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ വിഷമം അറിയാം. എത്രയായാലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടചേർന്ന് ജീവിക്കുകയും ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത് അവരിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമുക്ക് വേദനയുണ്ട്, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ഒരാൾ മാറിപ്പോകുമ്പോൾ നമുക്ക് വേദനയുണ്ട്. ജീവിതത്തെയും അതുപോലെ കുറച്ച് സിമ്പിളായിട്ട്, ലളിതമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നല്ലതാണ്. ദൈവം ഈ ലോകത്ത് നമുക്ക് ഒരു ആയുസ് തന്നിട്ടുണ്ട്. അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച് ദൈവം തിരിച്ചെടുക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്തവരായ വ്യക്തികൾ നമ്മിൽ നിന്ന് അകന്നു പോവുകയും അല്ലെങ്കിൽ അവരിൽ നിന്ന് നാം അകന്നു പോവുകയും ചെയ്യുന്നതായ ഒരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് എത്രത്തോളം സമയം നമുക്ക് ലഭിക്കുന്നുവോ ആ സമയം യൂട്ടിലൈസ് ചെയ്യുവാൻ, പ്രയോജനകരമായിട്ട് ചെലവഴിക്കുവാൻ നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ട ഐ.പി. കുര്യാക്കോസ് ഈ ഇടവകയ്ക്ക്, ഇതിനു മുമ്പ് വൈറ്റ് പ്രിൻസ് ഇടവകയ്ക്കൊക്കെയും വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അനേക വർഷങ്ങൾ ഇവിടെയുള്ള വന്നിയ കോർപ്പസ് കോപ്പാച്ചൻ പല പ്രാവശ്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു വളരെയേറെ വർഷങ്ങൾ ഈ പ്രിയപ്പെട്ട ദാസനുമായിട്ടുള്ള അടുപ്പം അദ്ദേഹം പറയാറുണ്ട്. ഒരിക്കൽ പോലും വിവിധ ഇടവുകളുടെ മറ്റു പള്ളികളുടെ കാര്യങ്ങളൊക്കെയുമായിട്ട് ഇടപെടുന്ന പല വിഷയങ്ങൾ വരുമ്പോഴും അദ്ദേഹം പല പ്രാവശ്യം ഔദ്യോഗിക സ്ഥാനിയായിരുന്നു ഒക്കെ, എങ്കിൽ പോലും ഒരിക്കൽ പോലും മുഷിഞ്ഞ ഒരാളോട് സംസാരിക്കുന്നതിന് ഇട വന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു. ദൈവത്തിന്റെ ആലയത്തിന്റെ ശുശ്രൂഷകനായി ദൈവ വേലയ്ക്ക് വേണ്ടി തന്നാൽ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ നിസ്വാർത്ഥമായിട്ട് ചെയ്തൊരു വ്യക്തി. മറ്റുള്ളവരെ ശാസിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുവാനോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അവസരം ദൈവം ഒരു സ്ഥാനത്ത്, ഇപ്പോൾ പള്ളിയുടെ സെക്രട്ടറിയോ പള്ളിയുടെ കമ്മിറ്റിക്കാരനോ പല കാര്യങ്ങളിൽ പല സമയത്ത് വരുമ്പോൾ അത് ദൈവസേവനമാണ് ചെയ്തതെന്നുള്ള ബോധ്യത്തോടുകൂടെ സുസ്മേരവദനായി പുഞ്ചിരിയോടുകൂടി ആ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ, അതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവരോട് പോലും എതിർക്കുന്നവരോട് പോലും വഴക്കിടാൻ പോകാതെ ഒരു സമാധാനകാംക്ഷിയായിട്ട് ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ഒക്ടോബർ ലാസ്റ്റ്, ഭവനത്തിൽ ചെല്ലുമ്പോൾ വളരെ സന്തോഷവാനായിട്ടാണ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തത്. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിൻ്റെ നില അത്യാസന്നമാണ് എന്നറിഞ്ഞതുകൊണ്ട് അവിടെ ചെല്ലുവാൻ ദൈവം ഭാഗ്യം നൽകി. അദ്ദേഹത്തിൻ്റെ മരണസമയത്തും അദ്ദേഹത്തിലൂടെ ഉണ്ടായിരിക്കുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവസരം ലഭിക്കുന്നത്. ഇതുവരെയും അങ്ങനെ അവസാന സമയത്ത് നിൽക്കുവാനുള്ളതായ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാട് സമയത്ത് അദ്ദേഹത്തോടു കൂടി ആയിരിക്കുവാൻ പ്രാർത്ഥനയിൽ കോർപ്പസ് കോപ്പാച്ചനോടുകൂടെ വീട്ടുകാരോടുകൂടെ ചെലവഴിക്കുവാനായിട്ട് ദൈവം ഒരു അവസരം ഭാഗ്യം തന്നു. അതിലേറെ ആ കാര്യത്തിലേറെ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട ദാസന്റെ ആത്മാവ് ഈ ലോകത്ത് നിന്ന് നമ്മിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ, അദ്ദേഹം ശാരീരികമായിട്ട് നമ്മിൽ നിന്ന് വേർപെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനയുടെ അകമ്പടിയോടുകൂടെ ഈ പ്രിയപ്പെട്ട ദാസനെ നമുക്ക് യാത്ര അയക്കാം. അബ്രഹാമിൻ്റെയും ഇസ്മായിലിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ അദ്ദേഹത്തിന് ദൈവം ആശ്വാസം നൽകട്ടെ. തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ദിവസം വരെയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ആ പ്രിയപ്പെട്ട ദാസനെ കാത്തുകൊള്ളുകയും ദൈവരാജ്യത്തിന് അവകാശിയായിട്ട് അദ്ദേഹത്തെ തീർക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തോടുള്ളതായ പ്രത്യേക അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. പ്രാർത്ഥന നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് ആ ദുഃഖത്തിൻ്റെ അവസ്ഥയെ മാറ്റി സന്തോഷത്തോടുകൂടെ
നല്ലൊരു ദേശത്തേക്ക് ദൈവസന്നിധിയിലേക്കാണ് കടന്നു പോകുന്നത്. രോഗമോ ദുഃഖമോ വേദനകളോ ഇല്ലാത്തതായ ഒരു ദേശത്തേക്കാണ് പ്രിയപ്പെട്ട ഈ വ്യക്തി കടന്നു പോകുന്നത് എന്നുള്ളതായ ആ ഒരു പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാം. പൗലോസ് പഠിപ്പിക്കുന്നത് പോലെ നാം പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് എന്ന് തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ കർത്താവിനോടുകൂടെ മരിച്ചവരെയും അവൻ ഉയർപ്പിക്കും എന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ ദാസനെ യാത്ര അയക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും കൂട്ടായിരിക്കട്ടെ. ഈ പ്രിയപ്പെട്ട ദാസന്റെ കുടുംബത്തോടുള്ളതായ എല്ലാ ഈ ഇടവയോടുമുള്ളതായ എല്ലാ അനുശോചന സമയത്ത് രംഗപ്പെടുത്തുന്നു. ദൈവത്തിനെ ഗ്രഹിക്കട്ടെ. കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ അകക്കടസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ തമ്പുരാനെ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടിവിടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരീക്ഷിച്ച് സ്വർഗീയ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് വന്നിച്ച് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രചോദിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയനായിസോനെന്ന് ഏറ്റുചൊല്ലാം. സമയപരിധി മൂലം എത്രയും പെട്ടെന്ന് ആകണം എന്ന് വളരെ വിനിയോഗം അതിലേക്ക് അറിയിക്കുന്നു. was
വിശുദ്ധമതിയിൽ നിന്ന് സ്വർഗീയ സേനയുടെ സഹായം ഇവന് അയച്ചു കൊടുക്കണമേ. ഇവന് പ്രതിശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവൻ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ആരംഭിച്ചത് പ്രകാരം ദൈവം തമ്പുരാനെ ഇതാ ദൃഷ്ടം ഈ ദാസനിൽ നിറവേറിയിരിക്കുന്നു. വീട്ടുകാർ മാത്രം എന്നും മണ്ണ് ശരീരത്തിൽ വീഴിക്കുന്നത് കഴിഞ്ഞാൽ കെട്ടി അടയ്ക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എവരുടെയും പ്രിയങ്കരനായ നമ്മുടെ സ്നേഹനിധിയായ സർവോപരി ശാന്ത സൗമ്യനായ നമ്മുടെ അയ്യപ്പൻ്റെ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ തലവനായ എൽദോ മോർത്തിറ്റസ് ടൈറ്റസ് തിരുമേനി, കോറപ്പിസ്കോപ്പ ഐസക് ഫൈലി, മറ്റുള്ള എല്ലാ വൈദികരും, അതുപോലെ ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളും, മറ്റിടവകയിൽ നിന്നും വന്നിരിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ സഹകരണങ്ങൾക്കും
അവരുടെ കുര്യാക്കോസ് ആന്റിയുടെ കുടുംബത്തിൻ്റെ പേരിലും ഈ ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും, സകലപരേതർക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. നിങ്ങൾ നിന്നും പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം ഞാൻ നേടാൻ അർത്ഥിപ്പേൻ. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും, നിൻപരവധി കൂടാം. എന്നേക്കും ശ്ലോമോ നൽകിടുവീൻ. ഓർക്കിൻ പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ. നിങ്ങളുടെ ഭരണം നിന്നിലൂടെയോ നാഗതനായിടും, മൃതരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. വാതിലടച്ചിടുവേ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. മരണമായു സൃഷ്ടാവിൻ ധനിയാൽ മൃതരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. കർത്താവിൻ ദിവസം റോമുകളാർക്കും ശ്രാപ്പികൾ കുഴലോതും പറദീസാതൻ അവകാശി വരിക. നമ്മുടെ രക്ഷയ്ക്ക് എഴുന്നള്ളിയ നാഥൻ, നമ്മുടെ ജീവൻ എഴുന്നള്ളും. നാശകനെ പ്രാണപ്രദദേവ രക്ഷാദായകനെ
ചെയ്തിടുവാൻ നിന്നെ നമിക്കാൻ ആത്മശരീരങ്ങൾ നീയ നിന്റെ ആനന്ദത്തിൽ തുറമുഖമാർന്നല്ലോ നിന്നാദത്താ ഞാൻ ഉണർവോട് ഉയർപ്പേ സ്തുതി പാടിയിടണോ അവസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃശ്രീപാരമതാകട്ടെ കേൾക്ക മൃതരാകാം കല്ലറുകളിൽ നിന്നുയരം സ്തുതി ചെയ്യണമേ നിൻകൃപയാൽ എന്നിൽ ഞാൻ കാണണമേ നിൻകൃപ നിൻ വരവിൽ സൂര്യൻ കതിരൊളി വിതറിയിട പ്രാണപ്രദനെ മൃദുമുഖം വാഴ്ത്തു സമയസുതരും പിതൃസുതരുഹായേ സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടോ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരെ ഞങ്ങൾ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നവരുമായ കർത്താവേ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഞങ്ങൾ കർത്താവേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങൾ സ്തുതിക്കുന്നു സ്തുതിക്കുകയും വാഴ്ച വന്ദിക്കുകയും ചെയ്യുന്നു കരയേറ്റുന്നു ഞങ്ങളോട് കരുണ ഞങ്ങളോട് കരുണ ദൈവത്തിന്റെ മഹത്വത്തിന് കർത്തവ്യമുള്ളവനുമാകുന്നു എല്ലാ കാലത്തും ദിവസം വാഴ്ച പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചർച്ചയാകുന്നു അതിപ്പോഴാസ്വദിക്കുണ്ടായിരിക്കട്ടെ നിന്റെ കരന്റെ വാതിൽ നേരത്തടയ്ക്കരുതേ പരിശുദ്ധനാകുന്നു ബലവാനെ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമദീസ മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലേ നിൻ കൃപയിൽ വീരകുന്നോൻ രാജാവ്
അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ പറയുമാറാകണമേ. കരുണ നിറഞ്ഞവനെ നിന്നോട് വിശ്വാസത്തോടെ നിന്നുള്ള സന്നദ്ധത്തിൽ നിത്യ പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന ഭാവപരിഹാരം നൽകണമേ. വിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും പൊലികമായ നിലയിൽ നിത്യ പ്രാപിച്ചിരിക്കുന്ന മനുഷ്യരുടെ പ്രതിനെ ദൈവം തന്റെ നിർമ്മലമായ ദീർഘകളിൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി അവിടുത്തെ കണ്ണയോട് പ്രാർത്ഥിക്കാം. സന്തോഷപൂർണമായി ഉന്നത സ്ഥാനീവിന് നൽകട്ടെ. ദീർഘരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവിരാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയത്താൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവിനെ നിറവേറ്റിയാകട്ടെ. കർത്താവിന്റെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ദേശപൂർണമായി ഈ ലോകത്തിൽ വെച്ച് ഇവൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം മായ്ച്ചു കളയുകയും തന്റെ മഹാകന്യയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ. നീതിവാന്മാരെ കരുണ ചെയ്യുന്നതിനായ സമയം ദൈവമേ വിനിലും കരുണ ചെയ്യുമാറാകട്ടെ. കൃപാലുവായ തന്നെ കോപിപ്പിച്ച ദുഷ്ടന്മാരോട് ദൈവം പ്രതികാരം ചെയ്യുന്ന സമയം കരുണാവശ്യമായി വരുന്ന ദിവസത്തിൽ ദൈവം നീ ദാസനിൽ കരുണ ചെയ്യട്ടെ. ദൈവം തന്റെ വിശുദ്ധന്മാരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ നീ ദാസനെ അണിനിരപ്പിക്കട്ടെ. അദ്ദേഹത്തിനായ ദാസനോട് കൂടെവിനെയും ദൈവമാണ് നിരപ്പിക്കട്ടെ. കാരുണ്യമാകുന്ന നല്ല എണ്ണ കൊണ്ട് നമ്മുടെ ദിവ്യവ്യക്തികൾ കെട്ടുപോകാതെ സൃഷ്ടിച്ച ബുദ്ധിമതികളായ 5 കന്യകമാരോടൊപ്പം ദൈവം വിജയം അണിനിരപ്പിക്കുമാറാകട്ടെ. നമ്മുടെ അടുക്കൽ നിന്നുള്ള ഇവന്റെ വേർപാട് വിലപിച്ചും ദുഃഖിച്ചും കൂടെ അവശേഷിക്കുന്നവരെ തമ്പുരാൻ കരുണയോടെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് നീറുന്ന വേദനയും നീക്കിക്കളഞ്ഞ അവരെ സത്യമുദ്ര പതിക്കുമാറാകട്ടെ. കരുണ നിറഞ്ഞവനെ
അതിവേഗം രാജാത്മജനയെതിരെ പാനേത്തോ മഹിമാവേ നീരാടം ശാന്തി തിരുമുമ്പ് സ്തുതിപാടും നിങ്ങൾ കനിവാനാദം സുതജീവപ്രദനേ കൃപ ചെയ്യുക ആശ്വാസം സ്മൃതിയുടെ മൃദദാത പാദകീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയുന്നേരം വിധി നിലയേതയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായി നിൽക്കണമേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞ ആറടി